ദിവസത്തിന് ശേഷം അവളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടറും പറഞ്ഞു. അതിനു മുൻപേ തന്നെ ആദിയും അവൻ്റെ അച്ഛനും കൂടി ആമിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പ്രിയയെ സംശയമുണ്ടെന്ന് അവർ പറഞ്ഞില്ല. ഒരുപക്ഷെ അത് ചെയ്തത് അവരല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസിനെ അത് ബാധിക്കേണ്ട എന്ന് അവർ കരുതി. അതുമാത്രമല്ല, ആദിയുടെ അമ്മയുടെ ഫ്രണ്ടാണ് പ്രിയയുടെ അമ്മ. അത് അവർക്കിടയിലും ഒരു പ്രശ്നമാകേണ്ട എന്നും അവർ വിചാരിച്ചു. അതിൻ്റെ അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമിയെ ആക്രമിച്ചവർ അവിടെ നിന്നും കടന്നു കളഞ്ഞുവെന്ന് അവർ കണ്ടെത്തി. എങ്കിലും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആമി മമ്മിയെ വോയിസ് കോൾ വിളിച്ചിട്ടാണ് 2 ദിവസവും സംസാരിക്കുന്നത്. വീഡിയോ കോളിൽ വരാൻ പറ്റുന്ന സാഹചര്യമല്ലെന്നും കമ്പനിക്ക് വേണ്ടി 1-2 മീറ്റിംഗ് കൂടി അറ്റൻഡ് ചെയ്യണമെന്നും അവൾ പറഞ്ഞു. അതും വിശ്വസിച്ചിരിക്കുകയാണ് അവളുടെ മമ്മി. എന്നാൽ ജുവാനയോട് അവൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. മമ്മിയോട് പറയരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇന്നാണ് ആമിയെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഫെലിക്സിന് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് അവൻ വൈകിട്ട് ആദിയുടെ വീട്ടിലേക്ക് വരാമെന്നും കൂടെ സാൻഡ്രയെ കൊണ്ടുവരാമെന്നും പറഞ്ഞിരുന്നു. ആദിയാണ് അവളുടെ ഡിസ്ചാർജിൻ്റെ കാര്യവും മറ്റും നോക്കിയിരുന്നത്. ഈ 2 ദിവസം കൊണ്ട് തന്നെ ആദിയുടെയും ആമിയുടെയും ഇടയിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ അവസാനിച്ചിരുന്നു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ആമി പതിയെ അവൻ്റെ കാറിലേക്ക് ചെന്ന് കയറി. അവനും ഡ്രൈവർ സീറ്റിലേക്ക് കയറിയപ്പോഴാണ് ആമിക്ക് കോൾ വന്നത്. ആമി, നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയോ? ഫെലിക്സ് സംശയത്തോടെ അവളോട് ചോദിച്ചു. ഊവിടാ, ഇറങ്ങി. ഞങ്ങൾ സാറിൻ്റെ വീട്ടിലേക്ക് പോകുകയായിരുന്നു. അവൾ അവനോട് മറുപടി പറഞ്ഞു. അതെയോ, ഞാൻ നിങ്ങൾ ഇറങ്ങിയോന്നറിയാൻ വേണ്ടി വിളിച്ചതാ. നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? അവൾ സംശയത്തോട് ചോദിച്ചു. പോയി ആമി. പോയില്ലെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വരില്ലായിരുന്നോ? ഇപ്പോൾ ഇവിടെ ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ നിന്നെ വിളിച്ചൊന്ന് അന്വേഷിക്കാമെന്ന് കരുതി. നീ ഫുഡൊക്കെ കഴിച്ചോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഇല്ലടാ, പോകുന്ന വഴി കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അവിടെ ക്യാൻറ്റീനിലെ ഫുഡൊന്നും പിടിക്കുന്നില്ല. അവിടെ ചെന്നിട്ട് നീ വിളിക്ക്. ഞാൻ വൈകിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങാം. അവനും അവളോട് മറുപടി പറഞ്ഞു. സാൻഡ്രയെ കൂടി കൊണ്ടുവരണേ, അവൾ ഓർമ്മിപ്പിച്ചു. ഊവടി, ഞാൻ ഇപ്പോൾ അവളെ വിളിച്ച് വെച്ചതേ ഉള്ളൂ. നിങ്ങളുടെ ഓഫീസിൻ്റെ അവിടെ നിന്നാൽ മതിയെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. വൈകിട്ട് ഞങ്ങൾ 2 പേരും കൂടി അങ്ങോട്ടേക്ക് വരാം. നിനക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കൊണ്ടുവരാനോ വാങ്ങിക്കാനോ ഉണ്ടോ? അവൻ അവളോട് ചോദിച്ചു. എൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സാറ് പറഞ്ഞു അതൊന്നും സാന്ദ്രയെ കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, ഡ്രൈവറിനെ വിട്ട് എടുപ്പിച്ചോളാന്ന്. അവൾ അവനോട് മറുപടി പറഞ്ഞു. അവരോട് 2 പേരോടും വൈകിട്ട് നിൻ്റെ ഹോസ്റ്റലിന് മുമ്പിൽ നിൽക്കാൻ പറ. വൈകിട്ട് കാറ് പറഞ്ഞു വിടാം. ആദ്യം അവളോട് പറഞ്ഞതും അവൾ അത് അതുപോലെ തന്നെ ഫെലിക്സിനോടും പറഞ്ഞു. അതൊന്നും വേണ്ട, നീ സാറിനോട് ലൊക്കേഷൻ ഇട്ട് തരാൻ പറഞ്ഞാൽ മതി. ഞങ്ങൾ ബസ്സിൽ അങ്ങ് വന്നോളാം. അവർ പറയുന്നത് കേട്ടതും ആദ്യം അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. ഫെലിക്സ്, വൈകിട്ട് 5 മണിയാകുമ്പോഴേക്കും ഇവരുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ മതി. ഞാൻ ഡ്രൈവറിനെ വിടാം. നിങ്ങൾ ബസ് കയറി വരുമ്പോഴേക്കും ഒരുപാട് ലേറ്റാകും. അതുമാത്രമല്ല, ആമയുടെ ഡ്രസ്സും മറ്റും കാര്യങ്ങളും എടുക്കാനുണ്ട്. എന്തായാലും അതൊക്കെ ഹോസ്റ്റലിൽ നിന്ന് എടുപ്പിക്കാൻ ഞാൻ ഡ്രൈവറിനെ വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അവിടെ തന്നെ നിന്നാൽ മതി. ഓഫീസിൽ നിന്നും ചെന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയാൽ മതി. ആദ്യം അവനോട് പറഞ്ഞതും ഫെലിക്സിന് അവനെ പിന്നെ എതിർക്കാൻ തോന്നിയില്ല. ആമയോട് ഒന്നുകൂടി പറഞ്ഞിട്ട് ഫെലിക്സ് ഫോൺ വെച്ചു. ഫെലിക്സിനെ ആമയ്ക്ക് എത്ര വർഷമായിട്ട് അറിയാം? ആദ്യ സംശയത്തോടെ അവളോട് ചോദിച്ചു. 10 വർഷമായി. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. സ്കൂളിലെ ഫ്രണ്ട്സ് ആയിരുന്നോ? അവൻ ഡ്രൈവിങ്ങിനിടയിൽ വീണ്ടും ചോദിച്ചു. അതെ, ഞങ്ങൾ ഒന്നിച്ചാ +1ഉം +2ഉം പഠിച്ചത്. പക്ഷെ അന്നൊന്നും അവൻ ഞങ്ങളുടെ അകന്നൊരു റിലേഷനിലുള്ള കുട്ടിയാണെന്ന് അറിയില്ലായിരുന്നു. ഒരു ദിവസം PTA മീറ്റിങ്ങിന് മമ്മി സ്കൂളിൽ വന്നപ്പോഴാണ് അവൻ്റെ മമ്മിയെ കാണുന്നത്. മമ്മിമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ അകന്ന ഒരു ബന്ധം കൂടി ഉണ്ടെന്ന് അറിയുന്നത്. അന്ന് മുതൽ എൻ്റെ കൂടെ കൂടിയതാവൻ. പിന്നീട് അങ്ങോട്ട് പഠിച്ചതൊക്കെ ഞങ്ങൾ ഒന്നിച്ചാ. പക്ഷേ എഞ്ചിനീയറിംഗ് ചേർന്നപ്പോൾ ഞങ്ങൾ 2 പേരും 2 കോളേജിലായി. അങ്ങനെ ആയിപ്പോയെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു. എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അത് ആദ്യം പറയുന്നത് അവനോടായിരുന്നു. അവനും അങ്ങനെ തന്നെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്കിടയിലേക്ക് ഋതു വരുന്നത്. അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. ഋതു ആരാണെന്ന് അവന് മനസ്സിലായില്ല. ഋതു അവൻ്റെ ഗേൾഫ്രണ്ടാണ്. അവർ കോളേജിൽ ഒന്നിച്ചായിരുന്നു. അവളാണ് അവനെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തത്. ആദ്യമൊക്കെ അതൊരു തമാശയാണെന്ന് പറഞ്ഞ് അവൻ തള്ളിക്കളയുമായിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായി അവൾക്കതൊരു തമാശയല്ലെന്ന്. അങ്ങനെ എപ്പോഴും അവനും തിരികെ ഇഷ്ടം തോന്നി. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള റിലേഷനിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടത് അവനാണെന്ന് തന്നെ പറയാം. അവൾക്ക് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവർ തമ്മിൽ റിലേഷൻ ആകുന്നതിന് മുൻപേ തന്നെ അവൻ എൻ്റെ കാര്യം അവളോട് പറഞ്ഞിരുന്നു. അവൾക്ക് വേണ്ടി എന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ലെന്നും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം അത്രത്തോളം ദൃഢമാണെന്നൊക്കെ അവളോട് പറഞ്ഞതിന് ശേഷമാണ് അവർ തമ്മിൽ റിലേഷനിലായത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അവൻ എന്നെ വിളിക്കുന്നതും എന്നെ കാണാൻ വരുന്നതും എന്നോട് സംസാരിക്കുന്നതൊന്നും അവൾക്ക് തീരെ ഇഷ്ടമില്ലാതായി വന്നു. അവളേക്കാൾ കൂടുതൽ എനിക്ക് അവൻ കൺസിഡറേഷൻ നൽകുന്നുവെന്നായിരുന്നു അവളുടെ പരാതി. ആദ്യമൊന്നും അവൻ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. എനിക്ക് വിഷമാകുമെന്ന് കരുതി എല്ലാം എന്നിൽ നിന്നും മറച്ചു വെച്ചു.
അതിനിടെ ഞാൻ ഒന്ന് രണ്ട് തവണ ആ കുട്ടിയോട് സംസാരിക്കാൻ ശ്രമിച്ചു. അവൻ സ്നേഹിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ അവൾ എനിക്കും കൂടി വേണ്ടപ്പെട്ടതാണെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഒരു തവണ ഞാൻ അവളെ വിളിക്കുകയും 2-3 തവണ മെസ്സേജ് അയക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴെല്ലാം എന്നോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ലാത്തതുപോലെയാണ് ആ കുട്ടി പെരുമാറിയത്. അത് ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവനും അവരുടെ റിലേഷൻഷിപ്പിൽ ഞാൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ കാരണം അവർക്കിടയിൽ ഒരു പ്രോബ്ലം ഉണ്ടാകേണ്ടെന്ന് കരുതി ഞാൻ തന്നെ പുറകിലേക്ക് മാറാൻ ശ്രമിച്ചു. പഴയതുപോലെ അവനെ വിളിക്കുകയും സംസാരിക്കുകയും ഒന്നും ഞാൻ ചെയ്യില്ലായിരുന്നു. എൻ്റെ ഫോൺ വിളികളൊക്കെ ഞാൻ വല്ലപ്പോഴും ആക്കി. പക്ഷെ അതൊക്കെ ഞാൻ അവനിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അവൻ അതുകൊണ്ട് തന്നെ എന്നെ ഇങ്ങോട്ടായിരുന്നു വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. എൻ്റെ വിവാഹം നടന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഇല്ല എന്നും ആ കുട്ടിക്ക് മനസ്സിലായി. അതിനുശേഷം ഒരു ദിവസം എനിക്ക് അവൾ മെസ്സേജ് അയച്ചു. അതും ഞാൻ എന്നും അയച്ച മെസ്സേജിന് റിപ്ലൈ പോലെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ കുട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്ന സംശയങ്ങളൊക്കെ മാറിയെന്ന്. പക്ഷെ പിന്നെ അവൾ ബാക്കി പറയാതെ കണ്ണുകൾ തുടച്ചു. അത് കണ്ടതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി പോയപ്പോൾ അവൻ എന്നെ കാണാൻ വന്നു. എനിക്ക് കൂടുതൽ പ്രയോറിറ്റി തരാൻ തുടങ്ങി. അതൊന്നും ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മറ്റൊരു മാനസികാവസ്ഥയിൽ പോകാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുകയായിരുന്നു അവൻ. അതൊരിക്കലും മറ്റൊരു ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല. പക്ഷെ അവൻ്റെ കാര്യത്തിൽ കൂടുതൽ പൊസസീവായ ഋതു എൻ്റെ പേരും പറഞ്ഞ് വീണ്ടും അവനോട് വഴക്കുണ്ടാക്കി. എന്നെ ഇവിടേക്ക് അവൻ്റെ ഒപ്പം കൊണ്ടുവന്നതൊന്നും ആ കുട്ടിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം അതിൻ്റെ പേരിൻ്റെ ദേഷ്യത്തിലിരിക്കുകയാണ്. അവനെ ബ്ലോക്ക് ചെയ്തു എന്നാണ് അവൻ പറഞ്ഞത്. എന്നോട് പറഞ്ഞില്ലെങ്കിൽ പോലും അവന് ആ കാര്യത്തിൽ നല്ല വിഷമമുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ നമ്പറും ബ്ലോക്കാണ്. ഇല്ലെങ്കിൽ ഞാനെങ്കിലും ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ചേനെ. അവൾ അവനെ നോക്കി പറഞ്ഞു. അപ്പോൾ ഫെലിക്സ് ഇപ്പോൾ എന്താ പറയുന്നത്? അവൻ സംശയത്തോട് ചോദിച്ചു. അവൻ പറയുന്നത് അവനെ മനസ്സിലാക്കാത്ത ഒരാളെ ലൈഫിലേക്ക് കൂടെ കൂട്ടിയിട്ട് എന്തിനാണെന്നാണ്. അവൾ മറുപടി പറഞ്ഞതും അവനൊന്ന് മൂളി. ആമിക്ക് വിശക്കുന്നുണ്ടോ? യാത്രക്കിടയിൽ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അതിനവൾ ഇല്ലാന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ഇവിടെയെല്ലാം അറബികളുടെ റെസ്റ്റോറൻ്റാണ്. മലയാളികളുടെ റെസ്റ്റോറൻറ്റ് കുറച്ചും കൂടി പോകണം. അവിടെ നിന്ന് കഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ നിർത്താഞ്ഞത്. തനിക്ക് അവിടുത്തെ ഫുഡൊന്നും ഇഷ്ടപ്പെടില്ലെന്ന് തോന്നി. അവൻ സംശയത്തോടെ അവളോട് പറഞ്ഞു. എനിക്ക് അവരുടെ ഡിഷസ് ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ടാബ്ലറ്റ് കഴിക്കണമെന്ന് കരുതി മാത്രം ആഹാരം കഴിച്ചത്. അവളും അവനെ നോക്കി. ഉച്ചയ്ക്ക് ഏതോ ടാബ്ലറ്റ് കഴിക്കാനില്ലേ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. ഒരു 10-15 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യ്, നമ്മളിപ്പോൾ എത്തും. അവൻ പറഞ്ഞതും അവൾ വീണ്ടും തലയാട്ടി. കുറച്ച് നിമിഷം കഴിഞ്ഞതും അവർ നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരുന്നു. രണ്ടുപേരും ഓരോ ഊണിനായിരുന്നു പറഞ്ഞത്. അവൾക്ക് ഇടത് കൈ അനക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൻ അവൾക്ക് വേണ്ടി വെള്ളവും മറ്റു കറികളും ഒക്കെ സെർവ് ചെയ്തു. ഫുഡൊക്കെ കഴിഞ്ഞ് കാറിലേക്ക് കയറിയതും അവൾക്ക് വേണ്ടിയുള്ള ടാബ്ലറ്റും മറ്റും എടുത്തു കൊടുത്തത് അവനായിരുന്നു. ആമിക്ക് അത്ഭുതമായിരുന്നു അവൻ്റെ ഈ മാറ്റങ്ങൾ. ഇത്രയും ദിവസം താൻ കണ്ട ആദ്യമല്ല തൻ്റെ മുൻപിൽ ഇരിക്കുന്നതെന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നിപ്പോയി. എന്നും തന്നെ വഴക്കു പറയുകയും തന്നെ പരിഹസിക്കുകയും ചെയ്തിരുന്ന ആദി ഇന്ന് തന്നെ അത്രത്തോളം കെയർ ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ടാബ്ലറ്റ് കഴിച്ചതും അതിൻ്റെ എഫക്റ്റ് എന്ന പോലെ ആമയ്ക്ക് ഉറക്കം വന്നു. അവൾ പതിയെ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു. ഡ്രൈവിങ്ങിനിടയിൽ എപ്പോഴും അവളുടെ മുഖത്തേക്ക് നോക്കിയ അവൻ കാണുന്നത് നിഷ്കളങ്കമായി ഉറങ്ങുന്ന ആമയാണ്. അവളുടെ മുടി ചെറുതായി പാറി പറക്കുന്നുണ്ടായിരുന്നു. ആദ്യ പതിയെ കാറ് സൈഡിലേക്ക് ഒതുക്കി. പിന്നെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളെ ശല്യപ്പെടുത്തുന്ന അവളുടെ മുടിയെ അവൻ പതിയെ മുഖത്തു നിന്നും മാറ്റി. അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ആദി. താൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് അവളെപ്പറ്റി കേട്ടത്. ഒരു വിഷമം മാറാൻ ഇങ്ങോട്ടേക്ക് വന്ന അവളെ താൻ എത്രമാത്രം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചു. 1000 തവണ അവൻ മനസ്സിൽ അവളോട് സോറി പറഞ്ഞു. കുറച്ചു നേരം അവനും ഒന്ന് വിശ്രമിച്ചതിന് ശേഷം വീണ്ടും കാറെടുത്തു. കുറച്ച് നിമിഷം കഴിഞ്ഞതും അവർ അവൻ്റെ വില്ലയ്ക്ക് മുൻപിലെത്തി. അവൻ കാറ് കൊണ്ടുവന്ന് നിർത്തിയതും അവൾ സംശയത്തോടെ കണ്ണുകൾ തുറന്നു. ഒരു വലിയ വില്ലയ്ക്ക് മുൻപിലാണ് താനെന്ന് മനസ്സിലായതും കാണുന്നത് സത്യമാണോ സ്വപ്നമാണോ എന്നുള്ള സംശയത്തോടെ അവളും നിന്നു. തൻ്റെ മുൻപിൽ കാണുന്നത് ഒരു വീടാണോ കൊട്ടാരമാണോ എന്നുള്ള സംശയത്തോടെയായിരുന്നു അവൾ നോക്കിയത്. വിശാലമായ പാർക്കിംഗ് ഏരിയയും മുൻവശത്തൊരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്. 3-4 ഫാമിലിക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റുന്ന അത്രയും സൗകര്യമുണ്ടെന്ന് തോന്നും. എൻ്റെ സ്വപ്നത്തിൽ പോലും താൻ ഇങ്ങനെ ഒരു വീട്ടിൽ താമസിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയിരുന്നതല്ല. താമസിക്കുന്നത് പോയിട്ടൊന്ന് നേരിട്ട് കാണാൻ പോലുമുള്ള ഭാഗ്യമുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇറങ്ങ്, ഇതാ ഞങ്ങൾ താമസിക്കുന്ന വില്ല. എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ടിരുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി. താനെന്താ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുന്നേ? അവൾ ചുറ്റിനും അതിശയത്തോടെ നോക്കുന്നത് കണ്ട് അവൻ ചിരിയോടെ ചോദിച്ചു. ഞാൻ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും വലിയ വീട്ടിലാണോ സാറും ഫാമിലിയും താമസിക്കുന്നത്? വിശ്വാസം വരാത്തതുപോലെയുള്ള അവളുടെ ചോദ്യം കേട്ട് അവന് ചിരിയാണ് വന്നത്. അവൻ ചിരിക്കുന്നത് കണ്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആദ്യമായിട്ടാണ് വന്നതിന് ശേഷം ഇത്രയും ദിവസത്തിനിടയിൽ അവനിൽ ഇങ്ങനെയൊക്കെ ഒരു മാറ്റം കാണുന്നത്. അവൻ ചിരിക്കുന്നത് കണ്ടവൾ നോക്കി നിന്നു. താൻ വാ,
ബാക്കിലെ ഡോർ തുറന്ന് അവളുടെ ബാഗ് തൻ്റെ കൈകളിലേക്ക് എടുത്തതിനു ശേഷം അവൻ അവളെ നോക്കി പറഞ്ഞു. മുറ്റത്തവൻ്റെ കാറ് വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടതും പതിവ് പോലെ അവൾ തൻ്റെ കുഞ്ഞിക്കാലുകൾ കൊണ്ട് ഓടി വന്നു. കൊച്ചച്ച, അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവനും ചിരിച്ചുകൊണ്ട് അവളെ പൊക്കിയെടുത്തു. ഇത്ര ദിവസം എവിടെയായിരുന്നു? അപ്പു എന്നും നോച്ചും കൊച്ചച്ചൻ വന്നോന്ന്. അപ്പുവിന് വിഷമം വന്നു. അവൾ പരിഭവം പോലെ അവനോട് പറയുന്നത് കേട്ട് ആമി ആ കുഞ്ഞിനെ തന്നെ നോക്കി. ഹോസ്പിറ്റലിൽ വന്നില്ലേ അശോകേട്ടൻ? ഏട്ടൻ്റെ കുഞ്ഞാ, അർത്തിക അശോക്, ഞങ്ങളുടെ അപ്പു. അല്ലേടി അപ്പൂസേ, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കുഞ്ഞിക്കവളിൽ ചുണ്ടുകൾ ചേർത്തു. അത് കേട്ടതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആദിയുടെ ആ മുഖമൊക്കെ അവൾ ആദ്യമായിട്ട് കാണുകയാണ്. അവൾ ആദിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഇതാരാ? അവൾ ആമിക്ക് നേരെ കൈ ചൂണ്ടി. ഇത് കൊച്ചച്ചൻ്റെ ഫ്രണ്ടാ, അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അത് കേട്ട് അപ്പു സംശയത്തോടെ അവളെ നോക്കി. ആമി ആൻറ്റി, അവൻ അവളെ കുഞ്ഞിനെ പരിചയപ്പെടുത്തി. എന്തിനാ വന്നേ? അവൾ ആമിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിൽ അവൾ എന്തു പറയണമെന്നറിയാതെ പകച്ചു നിന്നു. അതുണ്ടല്ലോ അപ്പൂസേ, ആൻറ്റിക്ക് കൈവയ്യ. അപ്പം ആൻറ്റിക്ക് കൂട്ടിന് ആരുമില്ല, ഒറ്റയ്ക്ക് ചോറൊക്കെ വെക്കണ്ടേ. അതുകൊണ്ട് ആൻറ്റി കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ. ഇവിടെ ആൻറ്റി നോക്കാൻ അപ്പു ഉണ്ടല്ലോ. പിന്നെ അപ്പുവിന് കളിക്കാൻ കൂട്ടിന് ഒരാളെ കൂടെ കിട്ടിയില്ലേ. അപ്പോൾ ആൻറ്റി കൊച്ചച്ചനോട് വിഷമം പറഞ്ഞപ്പോൾ കൊച്ചച്ച ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോരുന്നു. അവൻ അപ്പുവിനെ നോക്കി പറഞ്ഞു. പുറത്തു നിന്നുള്ള അവിടെ സംസാരം കേട്ടതും അവൻ്റെ അമ്മ അകത്തു നിന്നും ഇറങ്ങി വന്നു. നിങ്ങളായിരുന്നോ? എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? കയറി വാ മോളെ. വയ്യാത്ത കുട്ടിയെ കൊണ്ടുവന്നിട്ട് നീ അവിടെ തന്നെ എന്നെ നിർത്തിയേക്കുവാണോ ആദി? അവൻ്റെ അമ്മ അവനെ നോക്കി പറഞ്ഞു. ആമി അകത്തേക്ക് ചെല്ല്, അവൻ അവളെ നോക്കിയും പറഞ്ഞു. വാ മോളെ. അവർ സ്നേഹത്തോടെ അവളെ അകത്തേക്ക് വിളിച്ചതും അവൾ അവൻ്റെ അമ്മയോടൊപ്പം അകത്തേക്ക് കയറി. അവൻ അപ്പുവിനെ താഴെ ഇറക്കി. അവൾ ഓടി അകത്തേക്ക് കയറിപ്പോയി. പുറകെ അവളുടെ ബാഗുമായി അവനും കയറി ചെന്നു. അവർ അവളെ ഹാളിലേക്ക് ക്ഷണിച്ചിരുത്തി. ആമിമോൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? അവർ സംശയത്തോട് ചോദിച്ചു. എനിക്കൊന്നും വേണ്ടമ്മേ, ഞങ്ങളിപ്പോൾ കഴിച്ചതേ ഉള്ളൂ. അവൾക്ക് എന്തെങ്കിലും ജ്യൂസ് കൊടുക്കാമേ, അവൻ അവരെ നോക്കി പറഞ്ഞു. ലതേ, അവർ വിളിച്ചതും അകത്തു നിന്നും ജോലിക്കാരി എന്ന് തോന്നിക്കുന്നൊരു സ്ത്രീ ഇറങ്ങി വന്നു. ലതേ, ഓറഞ്ച് ജ്യൂസ് എടുക്ക്. അവർ പറഞ്ഞതും ആ സ്ത്രീ അവരെ നോക്കി തലയാട്ടി. ശേഷം അകത്തേക്ക് കയറിപ്പോയി. അപ്പു അവളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സോഫയിലാണ് ഇരിക്കുന്നത്. വീഡിയോ ഗെയിം കളിക്കുന്നുണ്ടെങ്കിലും അവൾ ഇടയ്ക്കിടയ്ക്ക് ആമിയെ നോക്കുകയാണ്. ആമി അത് കാണുകയും ചെയ്തു. ആദ്യം എന്തോ കോള് വന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മോള് നാട്ടിലെവിടെയാ? കോട്ടയത്താ. അവൾ പുഞ്ചിരിയോടെ അവരെ നോക്കി മറുപടി പറഞ്ഞു. ആദ്യം മോളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഏട്ടനും പറയും. ഏട്ടനും മോളോട് ഭയങ്കര കാര്യമാണ്. ആദ്യക്ക് ആദ്യം മോളോട് ദേഷ്യമായിരുന്നല്ലോ. അപ്പോൾ മോളെ എന്തേലും പറഞ്ഞാൽ ഏട്ടൻ അവനെ വഴക്കു പറയും. ഇപ്പം എന്തായാലും അവന് മോളോടുള്ള ദേഷ്യമൊക്കെ മാറിയല്ലോ. അവർ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. മോളിരിക്ക്, ഞാൻ പോയി എന്തേലും കഴിക്കാനും എടുക്കാം. അവർ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അയ്യോ വേണ്ടമ്മ. അവൾ അവരുടെ കയ്യിൽ പിടിച്ചു. അതൊന്നും സാരമില്ല, എന്തേലും ലൈറ്റായിട്ട് മതി, ഞാൻ പോയി എടുത്തിട്ട് വരാം. അതും പറഞ്ഞ് അവർ അവിടെ നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. അവളും അപ്പുവും മാത്രമായി ഹാളിൽ. അപ്പു, അവൾ വാത്സല്യത്തോടെ വിളിച്ചു. അവൾ വിളിക്കുന്നത് കേട്ടതും അപ്പു വീഡിയോ ഗെയിമിൽ നിന്നും തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നെയും കൂടി അപ്പുവിൻ്റെ ഫ്രണ്ടാക്കാവോ? അവൾ ചോദിച്ചു. എൻ്റെ കൂടെ കച്ചുവോ? അവൾ സംശയത്തോടെ തിരികെ ചോദിച്ചു. കളിക്കാം, പക്ഷെ ആൻറ്റിക്ക് കൈവയ്യല്ലോ. അവൾ സംശയത്തോടെ വീണ്ടും പറഞ്ഞു. അത് സാരമില്ല, അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി അവളുടെ തൊട്ടടുത്തായിട്ട് ചെന്നിരുന്നു. ഫ്രണ്ട്സ്, അവൾ പറഞ്ഞതും ആമി തൻ്റെ ഇടത് കൈകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്താ ഈ വീഡിയോ ഗെയിം? ആൻറ്റി കൂടി പഠിപ്പിക്കുമോ? അവൾ വീണ്ടും ചോദിച്ചു. പഠിപ്പിക്കാം, പക്ഷേ ഇത് ഈസി ഗെയിമാ. അതും പറഞ്ഞ് അവൾ എന്തൊക്കെയോ അമ്മയോട് പറഞ്ഞു. ചിലതൊക്കെ ആമയ്ക്ക് മനസ്സിലായില്ലെങ്കിലും അവൾ എല്ലാത്തിനും തലയാട്ടി. ആമി നോക്കുമായിരുന്നു തൻ്റെ അടുത്തിരിക്കുന്ന ആ കുഞ്ഞിനെ. ഒരു ബനിയൻ നിക്കറുമായിരുന്നു അവളുടെ വേഷം. നല്ല വെളുത്ത് തക്കാളിപ്പഴം പോലെ ഇരിക്കുകയാണ് അവൾ. തലമുടി രണ്ട് സൈഡും കെട്ടി ബണ്ണിട്ടിട്ടുണ്ട്. അവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുമ്പോഴാണ് അവൻ ഫോൺ ചെയ്തിട്ട് അകത്തേക്ക് കയറി വന്നത്. ആഹാ, അപ്പൂസും ആമയും ഫ്രണ്ട്സായോ? അവൻ ചിരിച്ചുകൊണ്ട് ആമയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. പെട്ടെന്ന് അവൻ തൻ്റെ അടുത്തേക്ക് വന്നിരുന്നതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി.